നമുക്ക് ചുറ്റുമുള്ള 3 പേരിൽ ഒരാൾക്കെങ്കിലും ഈ ഫാറ്റി ലിവർ ഉണ്ട്. ഈ സത്യം നിങ്ങൾക്ക് അറിയോ? ഇത് ഒരുപാട് പേർക്ക് അറിയാത്ത, മനസ്സിലാക്കാത്ത, തിരിച്ചറിയാത്ത ഒരു സത്യമാണ്. ഇതിന്റെ ആരംഭഘട്ടത്തില് തുടർച്ചയായിട്ടുള്ള ക്ഷീണം, തളർച്ച, അതുപോലെ ഇൻഡൈജഷൻ, ദഹനക്കേട്, അതുപോലെ തന്നെ വയറൊക്കെ അമിതമായിട്ട് തട്ടി വീർത്തു വരിക, ഇത്തരം ലക്ഷണങ്ങളൊക്കെയാണ് ആരംഭഘട്ടത്തിൽ കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ. പക്ഷെ ഇത് പലപ്പോഴും ശ്രദ്ധിക്കാതെ പോലാണ് പതിവ്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, ഭയപ്പെടേണ്ട. നമ്മുടെ പുരാതന ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഈ ഫാറ്റി ലിവറിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള സംഗതികൾ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. 5000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ ഫാറ്റി ലിവറിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടതായ ഭക്ഷണ രീതികളും ജീവിത രീതികളും ചില വ്യതിയാനങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തില് ഭക്ഷണത്തിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ പോലും ഇത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചില ഹോം റെമഡീസും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ആയുർവേദ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ആയുർവേദത്തിലെ കരൾ സംബന്ധമായ രോഗാവസ്ഥകളെ ചികിത്സിക്കുന്നതിന് ഉപയോഗിച്ചു വരുന്നതായ ചില ഔഷധദ്രവ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടണം. അതുപോലെ തന്നെ കരളിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമായ രീതിയിലുള്ള ഭക്ഷണങ്ങളോ ഫലവർഗ്ഗങ്ങളോ ഇതൊക്കെ എന്താണെന്നും അറിഞ്ഞിരിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഞാൻ ഡോക്ടർ സേവ്യർ. അപ്പൊ അതുപോലെ നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. ഒരു ആധുനിക കാഴ്ചപ്പാടനുസരിച്ച് കരളിലെ കോശങ്ങളിൽ അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞു കൂടുമ്പോഴാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഇതിന് പലപ്പോഴും അമിതമായിട്ടുള്ള ആഹാരം കഴിക്കുക, അമിത ശരീരഭാരം, പ്രമേഹം, അമിതമായിട്ടുള്ള ആൽക്കഹോളിന്റെ ഉപയോഗം ഇതൊക്കെ കാരണമായിട്ട് വരാറുണ്ട്. ഒരു ആയുർവേദ കാഴ്ചപ്പാടനുസരിച്ച് പ്രധാനമായിട്ടും അഗ്നിബലം കുറഞ്ഞു വരിക, ജഠരാഗ്നിയുടെ ശക്തി കുറഞ്ഞു വരിക, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് കഫദോഷം വർദ്ധിക്കുന്നുണ്ട്, ഒപ്പം തന്നെ മേധോധാതുവും ദുഷിക്കുന്നുണ്ട്. ഇതാണ് ഒരു ആയുർവേദ കാഴ്ചപ്പാട്. ഈ രീതിയിൽ അഗ്നിമന്ത്യം ഉണ്ടാവും, കഫദോഷം വർദ്ധിച്ച് മേധോധാതുവും കൂടി ദുഷിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ആമാവസ്ഥ സംജാതമാകുന്നുണ്ട്. ഈ വർദ്ധിച്ചിരിക്കുന്ന ആമാവസ്ഥയുടെ തൽഫലമായിട്ട് അവിടെ ഒരു വിഷാംശം, ഒരു ടോക്സിസിറ്റി ഫോം ചെയ്യുന്നുണ്ട്. ഇത് കരളിനെയും നമ്മുടെ തലച്ചോറിനെയും ശരീരത്തിന്റെ മറ്റ് കോശങ്ങളെയും ബാധിക്കുന്നു. ഈ അവസ്ഥ അതിതീവ്രമാവുന്ന കണ്ടീഷൻസിൽ ഇത് പിത്തദോഷവും കൂടെ ഇവിടെ വർദ്ധിക്കുന്നതാണ്. അതിന്റെ ഫലമായിട്ട് ഒരു നീർക്കെട്ട് സംജാതമാവുകയും അത് കരളിന്റെ പ്രവർത്തനത്തെ മന്ദീപിക്കും, മറ്റു തരത്തിലുള്ള കരൾ രോഗങ്ങളായിട്ട് മാറുന്നതിനും ഇടയാക്കുന്നു. ഇതാണ് ഒരു ആയുർവേദ കാഴ്ചപ്പാട്. ആധുനിക രീതിയിൽ സ്കാൻ റിപ്പോർട്ട് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആദ്യഘട്ടത്തില് ഫാറ്റി ലിവർ ഗ്രേഡ് 1, പിന്നീട് ഫാറ്റി ലിവർ ഗ്രേഡ് 2, പിന്നീട് ഹെപ്പാറ്റോമെഗാലി, പിന്നീട് ലിവർ സിറോസിസ്, ലിവർ ക്യാൻസർ, ഇത്തരം കണ്ടീഷൻസിലേക്ക് പതിയെ രോഗതീവ്രത കൂടുന്നതിനനുസരിച്ച് രോഗാവസ്ഥ മാറി വരുന്നതായിട്ട് ഒരു ആധുനിക കാഴ്ചപ്പാടനുസരിച്ച് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതായിരിക്കും. ഇതിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ കാണുന്ന ചില ലക്ഷണങ്ങളൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ആരംഭദിശയില് കൊടവയർ അമിതമായിട്ട് വീർത്തു വരിക, അമിതമായിട്ടുള്ള ഹെവിനെസ് തോന്നുക, വയറൊരു പ്രത്യേക രീതിയിൽ പ്രത്യേക ഷേപ്പിൽ തന്നെ അമിതമായിട്ട് വീർത്തു വരുന്ന കാണാം. ചിലർക്കൊക്കെ വലതുവശത്തേക്ക് കരള് സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് ചെറുതായിട്ടൊരു ബൾജ് കാണാം. നമ്മള് ബെഡിലൊക്കെ തിരിഞ്ഞു പറഞ്ഞൊക്കെ കിടക്കുമ്പോൾ ചെറുങ്ങനെ വേദന അനുഭവപ്പെടാം, കൊളുത്തി പിടിക്കുന്ന പോലെ ഒരു വേദന. ഇതൊക്കെ ആരംഭഘട്ടത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. ഇതിന്റെ കൂടെ തന്നെ വിശപ്പില്ലായ്മ ഉണ്ടാവുന്നുണ്ട്, ദഹനത്തകരാറ് ഉണ്ടാവുന്നുണ്ട്, ഗ്യാസ് ട്രബിൾ ഉണ്ടാവുന്നുണ്ട്, ബ്ലോട്ടിംഗ് ഉണ്ടാവുന്നുണ്ട്, കീഴ്വായു ശല്യം ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇതിനോടനുബന്ധിച്ച് പറയാറുള്ള ചില ലക്ഷണങ്ങളാണ്. ഒപ്പം തന്നെ അടിവയറ്റിലും ശരീരത്തിലൊക്കെ പല ഭാഗത്തും ചെറുതായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന ഒരു ടെൻഡൻസിയും ചില രോഗികൾ പറഞ്ഞു വരാറുണ്ട്. ഇതിന് കാരണം മേധോധാതുവും കഫദോഷവും ദൂഷിച്ച് പിത്തദോഷത്തെയും കൂടെ ബാധിക്കുമ്പോൾ രക്തദൂഷ്ടിയും കൂടെ ഉണ്ടാവുമല്ലോ നാച്ചുറലി. അതുകൊണ്ട് ആണ് ഈ തൊലിപ്പുറമെ ഉണ്ടാവുന്ന നിറവ്യത്യാസങ്ങളും ചൊറിച്ചിലിനും ഒക്കെ കാരണമാവുന്നത്. പലർക്കും മലബന്ധം അനുഭവപ്പെടാറുണ്ട്. അതിന്റെ ഒപ്പം തന്നെ തളർച്ചയും ക്ഷീണവും മടിയും ആലസ്യവും, എപ്പോഴും കിടന്നുറങ്ങാനായിട്ടൊരു തോന്നല്, എത്ര സമയം വേണമെങ്കിൽ കിടന്നുറങ്ങും. ഇതും ഈ അമിതമായിട്ട് കരൾ രോഗങ്ങൾ വരുന്നതിന്റെ ആദ്യഘട്ടത്തിൽ കാണിക്കുന്ന ചില ലക്ഷണങ്ങളാണ്. ഈ രോഗാവസ്ഥ ഫാറ്റി ലിവർ അഡ്വാൻസ് ചെയ്ത് കരളിനെ ബാധിക്കുന്നതിനനുസരിച്ച് ഒരു മഞ്ഞരാശി, യെല്ലോയിഷ് ഡിസ്കളറേഷൻ നിങ്ങളുടെ കണ്ണുകളിലും മൂത്രത്തിലും ശരീരത്തിലെ മൊത്തത്തില് ഒരു മഞ്ഞ നിറം, ഒരു യെല്ലോയിഷ്നെസ് ബാധിക്കുന്നതായിട്ട് കാണാം. വായിക്കകത്ത് ഇങ്ങനെ ഒരു മധുരരസം എപ്പോഴും ഫീൽ ചെയ്യാം, അതല്ലെങ്കിൽ അമിതമായിട്ടുള്ള വെള്ളം ദാഹം ഉണ്ടാകാം. ഇതൊക്കെ ഇതിന്റെ കൂടെ പറഞ്ഞു വരുന്ന ചില ലക്ഷണങ്ങളാണ്. ഈ ഫാറ്റി ലിവറും കരൾ സംബന്ധമായ രോഗാവസ്ഥകളും ചികിത്സിക്കാനായിട്ട് ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ചില ഔഷധദ്രവ്യങ്ങൾ ഒന്ന് പരിചയപ്പെടുത്താം. ഇതിൽ പലതും നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എടുത്തു പറയേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഭൂമിയാമലകി എന്ന് വിളിക്കുന്ന നമ്മുടെ കീഴാർനെല്ലി തന്നെയാണ്. ഫൈലാന്തസ് നിറൂറി എന്നാണ് ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം. കീഴാർനെല്ലി കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമാകുന്നുണ്ട്. കരൾ കോശങ്ങളിൽ അമിതമായിട്ട് അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പിന്റെ അംശം ഇല്ലാതാക്കുന്നതിനും സഹായകരമാകുന്നു. ബൈലിന്റെ പ്രവർത്തനവും അതുപോലെ തന്നെ ഫാറ്റ് മെറ്റബോളിസവും മെച്ചപ്പെടുത്തുന്നതിന് പ്രയോജനപ്പെടുന്ന മറ്റൊരു ഔഷധ സസ്യമാണ് കടുകുരോഹിണി. കടുകി എന്നാണ് സംസ്കൃത നാമം, പിക്ലോറിസ കുറുവ എന്നാണ് ബൊട്ടാനിക്കൽ നെയിം. ത്രിഫലയുടെ ഉപയോഗം നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് അമിഞ്ഞുകൂടുന്ന വിഷാംശത്തെ, ആ ടോക്സിസിറ്റിയെ, ഈ ഫാറ്റി ലിവർ കണ്ടീഷൻസിലൊക്കെ കരളിനെ ബാധിച്ചു കഴിയുമ്പോൾ ഒരു ടോക്സിസിറ്റി, ഒരു ആമാവസ്ഥ സംജാതമാവെന്ന് പറഞ്ഞല്ലോ. ഈ ടോക്സിസിറ്റിയെ ഇല്ലാതാക്കുന്നതിന്, ഇൻഫെക്ഷൻ ഇല്ലാതാക്കുന്നതിന് പ്രയോജനപ്പെടുന്നു ത്രിഫലയുടെ ഉപയോഗം. അതുപോലെ തന്നെ ഫാറ്റ് മെറ്റബോളിസം മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഉതകുന്നതാണ് ത്രിഫല കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. കിഡ്നിയുടെയും ലിവറിന്റെയും പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും ശരീരത്തിലെ ഇത്തരം അവയവങ്ങളെ ബാധിക്കുമ്പോൾ സംജാതമാകുന്ന ആ നീർക്കെട്ടിനെ ഇല്ലാതാക്കുന്നതിനും സഹായകരമാകുന്ന ഒരു ഔഷധദ്രവ്യമാണ് പുനർനവ എന്ന് സംസ്കൃതത്തിൽ വിളിക്കുന്ന നമ്മുടെ തമിഴാമ അല്ലെങ്കിൽ തഴുതായ്മ, ബൊറേവിയ ഡിഫ്യൂസ എന്നാണ്
ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം. പിത്ത കഫദോഷങ്ങൾ ബാലൻസ് ചെയ്യുന്നതിനും അതുപോലെ ശരീരത്തെ ക്ലൻസ് ചെയ്യുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഉതകുന്ന ഒരു ഔഷധദ്രവ്യമാണ് തിനോസ്പോറ കോഡിഫോളിയ എന്ന് വിളിക്കുന്ന ഗുഡൂജി, അതായത് ചിറ്റമൃത്. ഇതും ആയുർവേദ ഔഷധങ്ങൾ, കരൾ രോഗങ്ങളെ ചികിത്സിക്കുന്നതിനായിട്ടുള്ള തയ്യാറാക്കുന്ന ഔഷധങ്ങളിൽ ചേർത്ത് വരുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ് ചിറ്റമൃത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, എന്തെങ്കിലും വിഷാംശം നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹം വഴി ശരീരത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്നതിന് ഏറ്റവും പ്രയോജനപ്രദമായ ഒരു ഔഷധ ദ്രവ്യം തന്നെയാണ് ഹരിദ്ര, ടർമറിക്, മഞ്ഞൾ. ഇതിൽ ധാരാളം ആന്റി ഓക്സിഡന്റ്സ് അടങ്ങിയിട്ടുണ്ട്. ലിവർ സെൽസിന്റെ ഡാമേജ് ഒക്കെ റിപ്പയർ ചെയ്ത് റീജനറേറ്റ് ചെയ്യുന്നതിന് സഹായകരമാകുന്നതാണ്. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ഇല്ലാതാക്കുന്നതിനും നീർക്കെട്ട് ഇല്ലാതാക്കുന്നതിനും സഹായകരമാകുന്നു. ഒപ്പം തന്നെ ഇതിന് ആന്റി മൈക്രോബിയൽ, ആന്റി ഫംഗൽ എഫക്ട്സ് ഉള്ളതായിട്ട് ആധുനിക പഠനങ്ങളും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മഞ്ഞൾ കരളിലുണ്ടാകുന്ന നീർക്കെട്ടിനെ ഇല്ലാതാക്കുകയും കരൾ കോശങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും ക്ലൻസ് ചെയ്യുന്നതിനും പിത്തദോഷത്തെ ശമിപ്പിക്കുന്നതിനും സഹായകരമാകുന്ന ഒരു സംഗതിയാണ് കുമാരി എന്ന് വിളിക്കുന്ന നമ്മുടെ കറ്റാർവാഴ, അലോവേര. കരൾ രോഗങ്ങൾ ചികിത്സിക്കുന്ന ഔഷധങ്ങൾ തയ്യാറാക്കുമ്പോൾ അതിൽ ചേർത്ത് വരുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ് അലോവേര, അതായത് കറ്റാർവാഴ. കരൾ സംബന്ധമായ എന്ത് രോഗാവസ്ഥയിലും കരൾ രോഗങ്ങളുടെ ആരംഭഘട്ടത്തില്, പ്രത്യേകിച്ച് ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷൻസിലൊക്കെ എല്ലാവർക്കും തന്നെ നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം തയ്യാറാക്കാനായിട്ട് 2 ലിറ്റർ വെള്ളം എടുക്കുക. അതിലേക്ക് ഒരു കഷ്ണം മഞ്ഞളും ഒരു കഷ്ണം ചുക്കും ഇട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക. ഒരു 15-20 മിനിറ്റ് തിളച്ചതിന് ശേഷം ഈ ചണ്ടി അരിച്ചു മാറ്റിയിട്ട് ഈ 2 ലിറ്റർ വെള്ളം ഒരു ദിവസം കൊണ്ട് പലവട്ടായിട്ട് കുറേശ്ശെ കുടിച്ചു തീർക്കുന്നത് കരളിന്റെയും കിഡ്നിയുടെയും ഒക്കെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും ദഹനേന്ദ്രിയ വ്യൂഹത്തെ ശക്തിപ്പെടുത്തുന്നതിനും വിശപ്പുണ്ടാകുന്നതിനും ശരീരത്തെ ശുദ്ധീകരിക്കുന്നതിനും സഹായകരമാണെന്നാണ് ഈ ചുക്കും മഞ്ഞളും ഇട്ട് തിളപ്പിച്ച വെള്ളം പതിവായിട്ട് കുടിക്കുന്നത്. ഇനി ഫാറ്റി ലിവർ കണ്ടീഷൻ മാത്രമല്ല, കരളിന്റെ രോഗാവസ്ഥകൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ ഭക്ഷണ രീതികളിൽ ഒഴിവാക്കേണ്ട സംഗതികൾ എന്തൊക്കെയാണെന്നും കൂടുതൽ എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്നും ഇനി ഇവിടെ ചുരുക്കി വിവരിക്കാം, ശ്രദ്ധിച്ചു കേട്ടോ. ആദ്യം തന്നെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന സംഗതി എന്ന് പറയാം. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പ്രത്യേകം ശ്രദ്ധിക്കുക. എളുപ്പം ദഹിക്കുന്ന, നന്നായിട്ട് പാചകം ചെയ്ത ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫുഡ് ആയിരിക്കണം നിർബന്ധം. ലൈറ്റ് ആൻഡ് ഈസിലി ഡൈജസ്റ്റബിൾ വെൽ കുക്ക്ഡ് ഫുഡ്, അതും ഒരു ഇളം ചൂടോടെ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ധാന്യങ്ങള്, ഹോൾ ഗ്രെയിൻസ്, അതായത് തവിട് കളയാത്ത ധാന്യങ്ങള്, മട്ടയരിയും മില്ലറ്റ്സും ബാർലിയും ഒക്കെ നിങ്ങൾക്ക് പല രീതിയിൽ ആഹാരങ്ങൾ പാചകം ചെയ്ത് ഉപയോഗിക്കാനായിട്ട് എടുക്കാവുന്നതാണ്. കരൾ സംബന്ധമായ രോഗാവസ്ഥകളുള്ളവർക്ക് എല്ലാം തന്നെ പച്ചക്കറികൾ ഏറ്റവും അനുയോജ്യമായത് ചീരയിലെയും മുരിങ്ങയിലെയും കുമ്പളങ്ങയും അതുപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായതാണ് കൈപ്പയ്ക്ക. ഇതെല്ലാം തന്നെ കരളിനെ ശുദ്ധീകരിക്കുന്നതിനും കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമായ സംഗതികളാണ്. കരൾ സംബന്ധമായ രോഗാവസ്ഥകളുള്ളവരെല്ലാം തന്നെ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കേണ്ട 4 പഴങ്ങളാണ് നെല്ലിക്ക, ആപ്പിള്, പപ്പായ, പൊമഗ്രാനൈറ്റ്. ഇനി ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കഴിക്കാനായിട്ട് ദഹനക്കുറവുള്ളതുകൊണ്ട്, ദഹനശക്തി കുറവായിരിക്കുന്നതുകൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ വേവിച്ച് കഴിക്കാവുന്നതാണ്. ആപ്പിൾ പോലും നിങ്ങൾക്ക് വേവിച്ചോ ആവിയിൽ വേവിച്ചൊക്കെ എടുത്ത് കഴിക്കാവുന്നതാണ്. നന്നായിട്ട് ചവച്ചരച്ച് ജ്യൂസ് അടിച്ചൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾക്കും ഇത് ദഹിക്കുന്നതാണ്. നന്നായിട്ട് പഴുത്ത പപ്പായ കഴിക്കാം, പപ്പായ തോരൻ വെച്ച് കഴിക്കാം, പപ്പായ ജ്യൂസ് അടിച്ച് കഴിക്കാം. ഇതുപോലെ തന്നെ നെല്ലിക്ക ജ്യൂസ്, നെല്ലിക്ക ചവച്ചരച്ച് കഴിക്കാം. പൊമഗ്രാനൈറ്റും അനാറെന്ന് വിളിക്കുന്ന മാതളവും ഇല്ലേ, ഇത് വളരെ ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ ആപ്പിളും പതിവായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുന്നതിന് തീർച്ചയായിട്ടും സഹായകരമായിരിക്കും. കരൾ രോഗികൾക്കുള്ള ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അതിൽ നിർബന്ധമായിട്ടും ചേർത്തിരിക്കേണ്ട 5 സ്പൈസസ് ഏതൊക്കെയാണെന്നറിയോ? മഞ്ഞള്, ഇഞ്ചി, കുരുമുളക്, ജീരകം, അതുപോലെ തന്നെ മല്ലിക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഇതെല്ലാം തന്നെ കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുന്നതിനും കരളിൽ അമിതമായിട്ട് വർദ്ധിച്ച് ദുഷിച്ചിരിക്കുന്ന കഫദോഷങ്ങളെയും മേധോദോഷത്തെയും ശമിപ്പിക്കുന്നതിനും അഗ്നിദീപ്തി ഉണ്ടാക്കുന്നതിനും സഹായകരമാകുന്നതാണ്. ഒപ്പം തന്നെ ആമാവസ്ഥ ഇല്ലാതാവുന്നു. അതുവഴി ടോക്സിസിറ്റി, ഇൻഫെക്ഷൻ കുറഞ്ഞു വരുന്നതിനും ഇതെല്ലാം തന്നെ ആയുർവേദ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ടും ഉപയോഗിച്ചു വരുന്നതാണ് നമ്മുടെ അടുക്കളയിലുള്ള ഈ വിശിഷ്ടമായ സ്പൈസസ്. ഇത് നിർബന്ധമായിട്ടും കരൾ രോഗികൾക്ക് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ചെറിയ തോതിലെങ്കിലും ചേർത്തിരിക്കേണ്ടതാണ്. ഈ ചായയും കാപ്പിയൊക്കെ കുടിക്കുന്നതിന് പകരം അയമോദകവും ജീരകവും മല്ലിയും കൂടിയിട്ട് തിളപ്പിച്ച് ചായ പോലെ അല്ലെങ്കിൽ കാപ്പി പോലെ അതാത് സമയങ്ങളിൽ രാവിലെയും വൈകിട്ടും കഴിക്കുന്നത് കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും ഫാറ്റി ലിവറൊക്കെ കുറച്ചു കൊണ്ടുവരുന്നതിനും സഹായകരമാണ്. ഇത് പതിവായിട്ട് നിത്യേന ശീലിക്കണം കേട്ടോ. ഇനി അങ്ങോട്ട് കരൾ സംബന്ധമായ രോഗങ്ങളിൽ എന്തെങ്കിലും അബ്ഡോമിൻ സ്കാൻ ഒക്കെ ചെയ്യുമ്പോൾ കരളിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ, അതുപോലെ രക്തപരിശോധനയിൽ SGOT, SGPT ഇതിലൊക്കെ വേരിയേഷൻ കണ്ടു കഴിഞ്ഞാൽ കരൾ സംബന്ധമായ രോഗാവസ്ഥകൾ ഉള്ളവരെല്ലാം തന്നെ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ഒഴിവാക്കിയിരിക്കേണ്ട ചില സംഗതികൾ ഇനി പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് കൊഴുപ്പടങ്ങിയ ആഹാരം. കൊഴുപ്പിന്റെ അംശം ലെവലേശം അല്പം പോലും ഇവർക്ക് പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ നോൺ വെജ് എല്ലാം തന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. എണ്ണ പോലും അല്പം പോലും പാടില്ല. എണ്ണയില്ലാതെ, താളിക്കാതെ, ആവിയിൽ വേവിച്ച സംഗതികളാണ് ഇവർക്ക് കൊടുക്കേണ്ടത്. എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സംഗതികൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. എണ്ണയില്ലാതെ മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ജങ്ക് ഫുഡ്, ഒരുപാട് കളറുകളും പ്രിസർവേറ്റീവുകളൊക്കെ ചേർത്ത് ഷെൽഫ് ലൈഫിന് വേണ്ടി പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന സംഗതികളെല്ലാം തന്നെ പ്രോസസ്ഡ് ഫുഡ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം, പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരിക്കണം എന്നർത്ഥം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒഴിവാക്കിയിരിക്കേണ്ടത് നിർബന്ധമായിട്ട് ഒഴിവാക്കിയിരിക്കേണ്ട സംഗതികളാണല്ലോ. കൊഴുപ്പടങ്ങിയ മത്സ്യമാംസങ്ങള്, റെഡ് മീറ്റ് ഒന്നും അശേഷം പാടില്ല. അതുപോലെ തന്നെ ഡയറി പ്രോഡക്ട്സ്, വെണ്ണ, നെയ്യ്, തൈര്, ഇത്തരം സംഗതികൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അതുപോലെ തന്നെ മധുരത്തിന്റെ ഉപയോഗവും പരമാവധി ഒഴിവാക്കണം. മധുരവും പാടില്ല, ഡയറി പ്രോഡക്ട്സ് പാടില്ല, റെഡ് മീറ്റ് പാടില്ല. കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ, എണ്ണയും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഉപ്പും എരിവും പുളിയും എണ്ണയും ഒഴിവാക്കണം എന്നുള്ളതുകൊണ്ട് അച്ചാറൊന്നും തൊട്ടുപോകരുത്. അതുപോലെ തന്നെ ഉപ്പിന്റെ ഉപയോഗവും ഒഴിവാക്കേണ്ടതാണ്. എരിവിനായിട്ടും രുചിക്കായിട്ടും നമുക്ക് മഞ്ഞളും ഇഞ്ചിയും ചുക്കും കുരുമുളകും ജീരകവും മല്ലിയും ഒക്കെ
ഉപയോഗിക്കാവുന്നതാണ്. ആൽക്കഹോളും കാർബണേറ്റഡ് ഡ്രിങ്കും പകലുറക്കവും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഇതെല്ലാം തന്നെ കരളിന്റെ പ്രവർത്തനം തകരാറിലാക്കുന്നതിന് ഒന്നാന്തര സംഗതികളാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ലിസ്റ്റ് എല്ലാം തന്നെ പൂർണ്ണമായിട്ടും നിങ്ങൾ പാലിച്ചാൽ കാര്യമായ മാറ്റം, പ്രകടമായ മാറ്റം നിങ്ങൾക്ക് കണ്ടു തുടങ്ങുന്നതാണ്. കരളിന്റെ പ്രവർത്തനം മന്ദീഭവിക്കുമ്പോൾ ആമാവസ്ഥ കൊണ്ട് വിഷാംശം ഉണ്ടാകുമ്പോൾ ഒരു വിഷമയമായിട്ട് അത് തലച്ചോറിനെ ബാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ചിന്താഗതിയും പ്രവൃത്തികളെയും സംസാരത്തെയും ഒക്കെ അത് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ബാധിക്കുന്നതാണ് ഒരു ഘട്ടത്തിൽ. അപ്പൊ അതുകൊണ്ട് യോഗയും പ്രാണായാമവും മെഡിറ്റേഷനും ഒക്കെ വളരെയധികം പ്രയോജനം ചെയ്യുന്ന സംഗതിയായിരിക്കും. മിനിമം ഒരു 4 കിലോമീറ്റർ നടക്കുന്നതിനും യോഗാഭ്യാസത്തിനും കൃത്യമായിട്ട് റെഗുലറായിട്ട് സമയം മാറ്റിവെച്ചേ സാധിക്കുകയുള്ളൂ. സൂര്യ നമസ്കാരവും നടത്തവും പ്രാണായാമവും ഒക്കെ ശീലിക്കാവുന്നതാണ്. നിത്യേന ഒരു 1.5 മണിക്കൂർ സമയമെങ്കിലും ഇതിനായിട്ട് മാറ്റിവെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബോഡി എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. രാത്രി കാലങ്ങളിൽ ഒരു 8 മണിക്കൂർ ഉറങ്ങുക. അത് കഴിഞ്ഞാൽ പിന്നീട് കിടക്ക കാണുന്നത് പിറ്റേ ദിവസം രാത്രി മാത്രം. പകൽ ഉറങ്ങാതിരിക്കുക. ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ മാറ്റിയിട്ട് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക. എപ്പോഴും എന്തെങ്കിലും എക്സസൈസുകളോ വ്യായാമങ്ങളോ കാര്യങ്ങളോ നിത്യജീവിതത്തിൽ ചെയ്തു വരുന്നതായ ജോലികളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പറഞ്ഞ സംഗതികൾ നിങ്ങൾ കൃത്യമായിട്ട് പാലിച്ചാലേ നിങ്ങളുടെ അമിത ശരീരഭാരം കുറയും, ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട് കുറയും, കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടും, ബ്ലഡ് ഷുഗർ ലെവൽ കുറഞ്ഞു വരും, ശരീരത്തിൽ മൊത്തത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടൊക്കെ പോയിട്ട് നല്ല ഉണർവും ഉന്മേഷവും എനർജിയും എന്തൂസിയാസും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ആയുർവേദ ചികിത്സയുടെ ഭാഗമായിട്ട് ഇത്തരം രോഗാവസ്ഥകൾ പരിശോധിച്ച് നിങ്ങളുടെ രോഗലക്ഷണങ്ങളും നിങ്ങളുടെ ദോഷസ്ഥിതിയും രോഗാവസ്ഥകളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടതായ ഭക്ഷണ രീതികളും ജീവിത രീതികളും നിർദ്ദേശിക്കുന്നു. ഒപ്പം തന്നെ ആയുർവേദ ഔഷധങ്ങൾ നിശ്ചയിക്കുന്നു. അതിന്റെ കൂടെ തന്നെ നിർബന്ധമായിട്ടും വിരേചനം, അതായത് പിത്തദോഷം ഇവിടെ വർദ്ധിക്കുന്നുണ്ട്, കരളിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നിത്യവിരേചനം ആവശ്യമാണ്. അപ്പൊ അതിനായിട്ട് ബൃഹത്രബലിയോ അവിപത്യോ ത്രിപലാചൂർണോ ഇതില് നിങ്ങൾക്ക് അനുയോജ്യമായത് ഒരു ആയുർവേദ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ആവശ്യമാണെങ്കിൽ ഒരു ആയുർവേദ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം വസ്തിയും വിരേചനവും ഒക്കെ ചെയ്തു വരാറുണ്ട്. ഒപ്പം തന്നെ അനുയോജ്യമായിട്ടുള്ള ഭക്ഷണ രീതികളും വ്യായാമ മുറകളും ഔഷധങ്ങളും ഒക്കെ നിശ്ചയിക്കാവുന്നതാണ്. ചില ഘട്ടങ്ങളിൽ രക്തമോഷം പോലും ആവശ്യമായിട്ട് വരാറുണ്ട്. ഇവിടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഉപകാരപ്പെടുത്തുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ സേവ്യർ തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ആദ്യം ആയുർവേദം.